മകളെ നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇപ്പം എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മാർക്ക് ഇത്രയാണ്, ഈ മാർക്കിൽ ഏത് കോളേജ് കിട്ടും, എനിക്ക് MBBS കിട്ടാൻ എത്ര മാർക്ക് വേണം, എൻ്റെ ക്വാളിഫയിങ് മാർക്ക് എത്രയാണ്, ഇങ്ങനെയൊക്കെ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പം എനിക്ക് മക്കളോട് പറയാനുള്ള കാര്യം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു 715 നമ്മുടെ ഓൾ ഇന്ത്യ ടോപ്പ് റാങ്ക് ടോപ്പ് മാർക്ക് വന്നേക്കുന്നത്. 715 കിട്ടിയേക്കുന്ന 2 കുട്ടികളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആദ്യത്തെ 700 മുകളിൽ 19ഓളം കുട്ടികളുണ്ട് ഓൾ ഇന്ത്യയിൽ. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 650 മുകളിൽ തന്നെ 1498ഓളം കുട്ടികൾ വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അടുത്ത് നിങ്ങൾ ചിന്തിക്കണേ, 650 കഴിഞ്ഞ് 600ലേക്ക് എത്തുമ്പോഴേക്ക് 10,000 മുകളിൽ കുട്ടികൾ ആ ഒരു റിസൾട്ടിലേക്ക് വരികയാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 562 മാർക്കാണ് 28,000 റാങ്ക് വരുന്നത്. ഓൾ ഇന്ത്യയിൽ 28,000 റാങ്ക് വരേക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഫൈനൽ അലോട്ട്മെൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ വർഷം 2111 സീറ്റുകൾ കൂടാൻ പോവാണ്. ഗവൺമെൻറ്റിൽ മാത്രമായിട്ട് 2111 സീറ്റുകൾ കൂടുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ അവസരം ഉണ്ടാവല്ലേ. അങ്ങനെ ആണെങ്കിൽ ഒരു 1000ഓളം സീറ്റ് ചിലപ്പോൾ കൂടാം. 29,000 റാങ്ക് വരേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ വർഷം കിട്ടുമെന്നുള്ളത്. എനിക്ക് മക്കളോട് പറയാനുള്ളത്, നിങ്ങളൊരു 562 മാർക്കിന് മുകളിലാണെങ്കിൽ ഇപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കേണ്ട, ഇനിയും കിട്ടുമോ എനിക്ക് കിട്ടുമോ എന്നുള്ള രീതിയിൽ ആലോചിക്കുന്നതിനേക്കാളും നല്ലത് ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. നിങ്ങൾ ആദ്യം ആ ഒരു കാര്യം ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മൾ ഏത് കോളേജിൽ പഠിക്കണം. ഇവിടെയാണ് നമ്മുടെ അടുത്തൊരു കൺഫ്യൂഷൻ. മക്കളോട് പറയാനുള്ളത്, കേരളത്തിലെ ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോഴിക്കോടാണ് അല്ലേ. കോഴിക്കോട് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം, പിന്നെ തൃശ്ശൂരും കോട്ടയവും ഓൾമോസ്റ്റ് ഒരേപോലെ തന്നെ, പിന്നെ ആലപ്പുഴ. ഇങ്ങനെ നമ്മുടെ റാങ്കിങ് ഓർഡറിൽ ഏറ്റവും ബെസ്റ്റ് കോളേജ് കിട്ടുന്നതാണ് നിങ്ങളത് ചൂസ് ചെയ്യും. ഇനി അടുത്ത് നിങ്ങൾ ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ കാസർഗോഡും വയനാടൊക്കെ കഴിഞ്ഞ വർഷം ഫോം ചെയ്തേക്കുന്ന കോളേജുകളാണ്. അതിന് മുന്നേ ഇടുക്കി ആണെങ്കിലും കോന്നി ആണെങ്കിലും അതൊന്നും അത്രത്തോളം ഫെസിലിറ്റീസ് ഉള്ള കോളേജസ് അല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനേക്കാളും ബെസ്റ്റ് നമ്മൾ ഒന്നുകിൽ തമിഴ്നാട്ടിൽ, കർണാടകയിൽ, ഇനി അതല്ല എന്നാണ് ആന്ധ്രയിൽ, ഇവിടേക്കുള്ള നല്ല കോളേജുകൾ ചൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ, ആന്ധ്രയിലേക്കുള്ള കോളേജുകളിലെ നേരത്തെ അവരുടെ എക്സാംസ് കഴിഞ്ഞിട്ട് കുട്ടികൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ 2020-21 ബാച്ചില്ലേ, ആ 21 അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴും കേരളത്തിലെ കുട്ടികൾക്ക് എക്സാം കഴിഞ്ഞിട്ടില്ല. ആന്ധ്രയിലൊക്കെ എക്സാമും കഴിഞ്ഞ ഒരു ഹൗസ് ഏജൻസിയിലേക്ക് കയറി. അപ്പം നമ്മുടെ കേരളവും അവിടെയും തമ്മിൽ 6 മാസത്തിൻ്റെ വ്യത്യാസത്തോളം വരും. അപ്പം നിങ്ങൾ അവിടേക്ക് പഠിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ കർണാടകയിലൊക്കെ ഫീസ് കുറച്ച് കൂടുതലാണ്, തമിഴ്നാട്ടിലൊക്കെ ഫീസ് കുറവാണ്. അപ്പം നമുക്ക് എവിടെയാണോ നമ്മുടെ ഫീസും കാര്യങ്ങളും എല്ലാം കൂടെ ഓക്കെ ആവുന്നത്, ഏറ്റവും ബെസ്റ്റ് കോളേജ് ഏതാണോ ആ കോളേജ് നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് എന്താ പറയുക, എൻ്റെ വീട്ടിനടുത്താണ് കാസർഗോഡ്, അങ്ങനെയാണ് ഞാൻ കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് പോട്ടെ, അതല്ല കേട്ടോ ശരി. എനിക്ക് ഇത്രയും മാർക്ക് ഉണ്ട്, ഞാൻ കാസർഗോഡ് എടുക്കാൻ പോവാണ് അല്ലെങ്കിൽ വയനാട് എടുക്കാൻ പോവാണ്, അങ്ങനെ ഒരു ചിന്താഗതിയിൽ നിങ്ങൾ ഒരിക്കലും പോയിക്കൂടാ. നിങ്ങളുടെ ഉള്ളിൽ ഒരു കാര്യം ഉണ്ടാവേണ്ടത്, നിങ്ങൾക്ക് കിട്ടുന്ന ആ മാർക്കിൽ, നിങ്ങളുടെ റാങ്കിൽ ഏറ്റവും ബെസ്റ്റ് എവിടെയാണോ കിട്ടുന്നത് നിങ്ങൾ ഉറപ്പായിട്ട് പോകാൻ തയ്യാറാവണം. അതിപ്പം തമിഴ്നാടാണെങ്കിലും കർണാടകയാണെങ്കിലും നിങ്ങൾ പോകാൻ തയ്യാറാവണം. അവിടെ നിങ്ങൾക്ക് ബെസ്റ്റ് കോളേജസ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ആലപ്പുഴ കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കോളേജുകളിലേക്ക് വരുമ്പോൾ ചിലപ്പോഴെല്ലാം ഭയങ്കര ബെസ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ ഓക്കെ, മഞ്ചേരി ഉണ്ട്, കൊല്ലമുണ്ട്, പിന്നെ നമ്മുടെ എറണാകുളം ഉണ്ട്, കണ്ണൂരുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ടേക്കുള്ള 4 കോളേജുകൾ അത്ര നല്ലതല്ല. പിന്നെ പാലക്കാട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 5 കോളേജസ് അത്രയും ബെസ്റ്റ് അല്ല. അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് വേണമെങ്കിൽ പുറത്തുള്ള കോളേജുകളെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിൽ കുറേ ആളുകൾ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ഈ ഒരു 562 കേരളത്തിലല്ല ഓൾ ഇന്ത്യയിലാണ് 562 മാർക്കൊക്കെ നമ്മൾ കട്ട് ഓഫ് പറയുന്നത്. കേരളയിൽ വരുമ്പോൾ ഒരു 575 ഒക്കെ തന്നെ നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, അതിന് മുകളിലേക്കായിരിക്കും നല്ലൊരു കോളേജ് നമുക്ക് കിട്ടുന്നത്. അതിൽ തന്നെ 600+ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കോളേജ് തന്നെ കിട്ടും. താഴത്തേക്ക് ആവുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കോളേജുകൾ, ഏറ്റവും നല്ല കോളേജുകളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി വന്നിട്ട് BDSനെ കുറിച്ച് ആലോചിക്കുന്ന ആളുകളുണ്ടാവും. ഒരു 530+ നമുക്ക് ഉറപ്പായിട്ടും BDSൽ ഗവൺമെൻറ് കോളേജസ് കിട്ടാം 530 മാർക്കിന് മുകളിൽ. ഓക്കെ, അത് നമുക്ക് ഓൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഒരു 525 ഒക്കെ നമുക്ക് BDSന് ഗവൺമെൻറ്റിൽ കിട്ടാം. ഇപ്പോൾ BDSന് സെൽഫിൽ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവിടെ നമ്മൾ 4 ലക്ഷം രൂപയുടെ മുകളിൽ കൊടുക്കണം ഓരോ വർഷങ്ങളിലും കൊടുക്കണം. ഇനി അത് MBBS സെൽഫിൽ പോകുന്ന ഒരു കുട്ടിയാണെങ്കിലോ ഒരു 460 റാങ്ക് വരേക്കൊക്കെ, എന്തായാലും 460 മാർക്ക് വരേക്ക്, റാങ്ക് അല്ല, 460 മാർക്ക് വരേക്കൊക്കെ തന്നെ ഉറപ്പായിട്ടും സെൽഫിൽ നമുക്ക് കിട്ടും. സെൽഫിൽ MBBS കിട്ടും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഈ സെൽഫിൽ നിങ്ങൾ MBBS കിട്ടുമ്പോഴേ മക്കളെ അവിടെ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഫീസ് 7 ലക്ഷം മുതൽ 9 ലക്ഷം രൂപ വരെ നമ്മൾ വർഷം ഫീസ് കൊടുക്കണം. അതിൻ്റെ കൂടെ അഡീഷണൽ ഫീസൊക്കെ വരുമ്പോൾ 10 ലക്ഷത്തോളം രൂപ വരും. ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ മാത്രമേ നമ്മളൊരു സെൽഫ് എന്നുള്ള രീതിയിൽ ഇറങ്ങിത്തിരിക്കാവൂ.
അതല്ല നിങ്ങളുടെ ഉള്ളിൽ ഒരു വർഷവും കൂടെ ഞാൻ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടും എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെന്നാണ് നമ്മൾ ഉറപ്പായിട്ടും ഒരു വർഷവും കൂടെ നമ്മൾ അതിനെ ഇറങ്ങി തിരിക്കണം. ഇനി അതല്ല എനിക്ക് ഹോമിയോ ഓക്കെയാണ്, ഞാൻ വെറ്റിനറി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും, അതല്ല എനിക്ക് വന്നിട്ട് BDS പോയി കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും, അതല്ല ആയുർവേദം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്, അഗ്രികൾച്ചറിന് പോയാൽ ഞാൻ ഓക്കെയാണ്, ഇങ്ങനെ നിങ്ങൾ ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കോഴ്സായിട്ട് മുന്നോട്ടേക്ക് പോവാം. ഇനി അതല്ല ഒരൊറ്റ തവണയും കൂടെ ഞാൻ ട്രൈ ചെയ്യാൻ റെഡിയാണ്, ആ സമയം ഞാൻ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് എത്തും എന്നുള്ള തോന്നലുള്ള മക്കളാണെങ്കിൽ, നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെന്നാണെങ്കിൽ ഫുള്ള് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് JPSൽ പഠിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് മക്കൾ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ.